ജീവിത ചെലവ് ഉയർത്തി പെട്രോളിനും ഡീസലിനും വില വർധനവ് നിലവിൽ വന്നു. ലിറ്ററിന് 3 രൂപയുടെ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. ഇന്ധനവിലയിലെ വർധനവ് താങ്ങാൻ കഴിയുന്നതല്ലെന്നും വിവിധ തൊഴിൽ മേഖലകളെ ഉൾപ്പെടെ പ്രതികൂലമായി ബാധിക്കുമെന്നുമാണ് പൊതു അഭിപ്രായം. വെള്ളിയാഴ്ച രാവിലെ പമ്പിലെത്തിയപ്പോഴാണ് പലരും പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ച വിവരം അറിയുന്നത്. വ്യാഴാഴ്ച അർദ്ധരാത്രി മുതലാണ് പുതിയ വില നിലവാരം പ്രാബല്യത്തിലായത്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിച്ചു. മുന്നറിയിപ്പുണ്ടായിരുന്നെങ്കിൽ പുതിയ വില വരും മുമ്പേ ഇന്ധനം നിറയ്ക്കാമായിരുന്നു എന്നായിരുന്നു ചിലരുടെ പ്രതികരണം. ഇതായതുകൊണ്ടേ നമ്മളൊന്നും അറിഞ്ഞില്ല. ഇന്നലെ രാത്രിയിലാണ് കൂടിയെന്നാണ് അറിഞ്ഞത്. ഞാനും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വണ്ടിയായിട്ട് പോകുന്ന കഴിഞ്ഞപ്പോൾ ഇത്തിരി ഡീസൽ പോകുന്നു അടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അത് മുൻകൂട്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് തലേദിവസം അടിച്ചു വെക്കാനുള്ളൊരു അവസരം കിട്ടിയല്ലായിരുന്നു. ഏതായാലും ഇപ്പോൾ അത് കിട്ടിയില്ല. ഇപ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥകളൊക്കെ വളരെ മോശമാണല്ലോ. സഹകരിക്കുക എല്ലാവരും. ഇന്ധനവിലയിലുണ്ടായ വർധനവ് എല്ലാ മേഖലയിലും പ്രതിഫലിക്കും. ബസ് സർവീസുകൾ വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് ഉടമകൾ പറയുന്നത്. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ബസ് ചാർജ് കൂടാതിരുന്നാൽ ഒരു രീതിയിൽ പ്രസ്ഥാനം മുമ്പോട്ട് പോകാൻ പറ്റാതെ വരും. ഓട്ടോറിക്ഷക്കാരും ടാക്സിക്കാരുമെല്ലാം ഇന്ധനവില വർധനവിനെ ആശങ്കയോടെയാണ് കാണുന്നത്. വിവിധ തൊഴിൽ മേഖലകളിലെല്ലാം പ്രത്യാഘാതമുണ്ടാകും. വരുമാനത്തിലേറെയും ഇന്ധനത്തിനായി നൽകേണ്ട സാഹചര്യമെന്ന് പ്രതികരിച്ചവരും ഉണ്ട്. കുറയ്ക്കാൻ പോണ്ടവര് ഒന്നും കുറയ്ക്കില്ല. നമ്മൾ ഈ പാവപ്പെട്ടവർ ഈ പട്ടിണി കിടന്നുണ്ടാകുന്ന പൈസയൊക്കെ ഇമാര് ഡീസൽ ഇതൊക്കെ ആയിട്ട് മേടിച്ചിട്ട് പോകും. എന്തോ ഒരു സമരം നടത്തി എല്ലാം പ്രയോജനം കിട്ടിയ ഗ്യാസിന് വില കൂട്ടിയിട്ട് സമരം നടത്തി കുറച്ചവര് കൂട്ടുമല്ലാണ്ട് ഇനി കുറയ്ക്കില്ല. അവര് അന്യായം കൂടുതലാണ് കൂടിയിരുന്നത്. സാധാരണക്കാരന് ജീവിക്കാൻ ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്കാണ് പോകുന്നത്. എല്ലാത്തിനും വില കൂടുന്നത് സാധാരണക്കാരന് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടിലേക്കാണ്. പരാതിയില്ല, പൈസ അടക്കം നമ്മള് പരാതി. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.